ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾക്ക് വഴി കാണിക്കാൻ വന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പുലിക്കണ്ണനെ നിങ്ങൾ അമ്പെയ്ത് കൊന്നു. അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയണം. പുലിക്കണ്ണൻ പിഴച്ചവനാണ്. നാട്ടിലെ മനുഷ്യരെ അവൻ കാട്ടിലായിട്ട് കൂട്ടിക്കൊണ്ട് വന്ന്. എന്താ, നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ഈ കാട്ടിൽ വന്നുകൂടെ? പാടില്ല, ഇത് ഞങ്ങളുടെ കാടാണ്. അല്ല, ഇത് സർക്കാരിന്റെ കാടാണ്. ഞങ്ങൾ നാട്ടിൽ താമസിക്കുന്ന പോലെ നിങ്ങൾ കാട്ടിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ സർക്കാരില്ല. ഞങ്ങളുടെ സർക്കാരും ദൈവവും എല്ലാം ഞങ്ങളുടെ മൂപ്പനാണ്. അത് നിങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങളെ ബാധിക്കുകയില്ല. സർക്കാരിൽ നിന്നും ഇവിടെ ഒരു അണക്കെട്ട് പണിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള സ്ഥലമളക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ അതിവിടെ പണിയിക്കയില്ല. ഇത് ഞങ്ങളുടെ മലദൈവങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഈ അണക്കെട്ട് പണിയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ ആവശ്യത്തിനാണ്. ലക്ഷക്കണക്കിനുള്ള ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് മാറി കാടിന്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് പോയി താമസിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇല്ല, ഇവിടെ ചത്തു വീണാലും ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. നിങ്ങൾ വെറുതെ കുഴപ്പത്തിലൊന്നും നിൽക്കരുത്. അണക്കെട്ട് പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാകും. അതിനു മുമ്പ് ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ് ഭംഗി. ഇല്ല, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഇനി മറ്റൊരു കാര്യം, ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ച് ഞങ്ങളുടെ ജോലി തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ പുലിക്കണ്ണനെ കൊന്നതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും കൊല്ലാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. വിഷം പുരട്ടി അമ്പ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ധൈര്യമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ അതിനേക്കാൾ മാരകമായ ആയുധങ്ങളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ശങ്കരപ്പിള്ളേ, കാട്ടുമൃഗങ്ങളെ നേരിടാൻ കൊണ്ടുവന്ന ഈ ആയുധങ്ങൾ നിങ്ങളുടെ നെഞ്ചിന് നേരെ ഉപയോഗിക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കരുത്. നമുക്ക് ആവലല്ലേ ഏറ്റുമുട്ടിയാലാ? അത് പാടില്ല. ചുടന്നുമുത്തു, അവരുടെ കൈയിരിക്കുന്ന പൊട്ടുന്ന കുണ്ടനാടമില്ലേ, അത് അപകടം പിടിച്ചതാണ്. അത് അറിഞ്ഞിരുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ കുരുതി കൊടുക്കുന്നത് പാടില്ല. അപ്പ നമ്മുടെ മലദൈവങ്ങൾ വാങ്ങുന്ന ഈ കാട് മുഴുവൻ അവർ കൈയടക്കണ കണ്ടാണ്ട് അനങ്ങാണ്ടിരിക്കണമെന്നാണ് മൂപ്പൻ പറയണത്. അല്ല, പക്ഷേങ്കിൽ എഴുത്ത് ചാടിയാൽ നമ്മൾ തോറ്റുപോകും. നിറയും മുറയും നോക്കി ചെയ്യേണ്ട കാര്യമല്ലിത്. കൂടി ആലോചിച്ച് തീരുമാനിക്കാം. കൂട്ടരെ, കാത്തിരുന്ന് അവരെ ഓരോരുത്തരെ കൊല്ലാൻ വഴി നോക്ക്. കാട്ടുപൂക്കളാണ്. കാട്ടുപൂക്കൾക്ക് നാട്ടുപൂക്കളേക്കാൾ ഗുണവും മണവും കൂടും സാറേ. അതുങ്ങളുടെ കയ്യിലും വില്ലും അമ്പും ഒക്കെ ഉണ്ടായിരിക്കും. പഠിക്കലേ, വില്ലുണ്ട് അമ്പുണ്ട്, പക്ഷെ എല്ലാം കണ്ണുകളിലാണെന്ന് മാത്രം. അല്ല, മാല എന്നാ എടുക്കാണ്? കാട്ടുകിഴങ്ങ് പറിക്കാണ്? ആ, നീ മല മറിക്കണ മട്ടുണ്ട്. ഇന്നാ മാല. മാലയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറിച്ചത്. തിന്നു അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും
എനിക്ക് തന്നെ. നിനക്ക് പഴം പറിച്ചു തരാൻ ഞാൻ നിന്റെ ആരാ? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്റെ ആരാ? ഇപ്പൊ ആരുമല്ലായിരിക്കും, പക്ഷേ നാളെ നീ എന്റെ ഭാര്യ. അതിന് വേറെ ആള് നോക്ക്. അതിന് എന്നെ കിട്ടുകയല്ല. കിട്ടുമോന്ന് ഞാൻ നോക്കട്ടെ. അമ്മേ, ഈ കാടും വരെ കത്തിപ്പോകും. അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്താ പറയാൻ മേലെ? അയാൾ എന്തിനാ എപ്പോഴും എന്റെ പുറമേ നടക്കുന്നത്? എനിക്ക് അയാളെ അറപ്പാണ്. എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു പറ്റിയല്ലോ എന്റെ പണിക്കരിയേട്ടാ. നാട്ടിൽ വന്ന് അരിയും കറിയും വെച്ചാലേ കുറച്ച് രൂപ ഒരുമിച്ച് കിട്ടും. അതുകൊണ്ട് നമ്മുടെ കല്യാണം നടത്താന്ന് കരുതിയല്ലേ നാട്ടിലുള്ള ജോലി കിട്ടിയേച്ച് ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ടിപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഊരും കൊണ്ട് തിരിച്ചു പോകുന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. എപ്പോഴാണ് ഈ കാട്ടുജാതിക്കാർ കുത്തിക്കൊല്ലുന്നതെന്ന് എങ്ങനെ അറിയും? നമുക്കൊരു കാര്യം ചെയ്താലോ? ഒളിച്ചോടി പോയാലോ? എങ്ങനെ ഒളിച്ചോടി പോകാൻ എന്റെ മനോന്മണി? നാട്ടിൽ നടക്കുള്ളതല്ലേ ഇട്ടേക്കണത്. അല്ല, രണ്ടുപേരും കൂടെ കിസ്ത അടിച്ച് ഇവിടെയൊക്കെ അടിച്ച് പരത്തും തോന്നല്ലോ. എന്റെ സഹായം വല്ലതും വേണോ? അയ്യോ സാറ് അടുക്കളപ്പണി ചെയ്യാനോ? എന്താ അടുക്കളപ്പണി ചെയ്താല്? പാചകം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. എന്റെ അച്ഛന്റെ പേര് കേട്ടു, നളപാചകം നാരായണമേനോന്ന. അങ്ങോട്ട് മാറിയേ, ഞാൻ ഒന്ന് നോക്കട്ടെ. സാറിന് തൃപ്തിയാവോളം ഇടിച്ച് പരത്തിട്ട് പോയാട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം. ഇതൊക്കെ ഒരു വശമാണ് പഠിക്കണേ. നേരാ സാറേ, ഇതൊക്കെ ഒരു വശമാണ്. സമ്മതിച്ചോ? സമ്മതിച്ചു. മിസ്റ്റർ മുഹമ്മദ്, സ്കെയിൽ സ്ട്രൈറ്റ് ആണോ? യെസ് സർ. എന്ത് ലെങ്ത് ഉണ്ട്? 41 അടി 5 ഇഞ്ച്. പോയി കുറ്റി അടിച്ചേക്കൂ. ഓക്കെ ഓക്കെ. ശങ്കരപ്പിള്ളേ, മിസ്റ്റർ മേനോൻ എവിടെ പോയി? മേനോൻ സർ അതാ കുളിക്കാൻ ഇറങ്ങുന്നു. ആഹാ, എന്നാ ഞാനും ഒന്ന് വിളിച്ചു കളയാം. ഇതാ വെച്ചോളൂ. ഓ, പഠിച്ചതേ പഠിക്കാവേ. ഓ, എന്നാ കുടിച്ചേ.